നമസ്കാരം. ഇന്ന് നമ്മൾ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് മലബന്ധം. മലബന്ധം എങ്ങനെ ഉണ്ടാകുന്നു, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഇവ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. മലം കൃത്യമായി പോകാതിരിക്കുകയോ വളരെ കട്ടിയായി പോവുകയോ മലവിസർജനത്തിന് അമിതമായി മുക്കേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് മലബന്ധം എന്ന് പറയുന്നത്. ചിലർക്ക് ദിവസങ്ങളോളം മലം പോകാതെ ഇരിക്കാം. ഇത് തുടർച്ചയായി ഉണ്ടായാൽ ജീവിത നിലവാരത്തെയും ആരോഗ്യത്തെയും ബാധിക്കാം. മലബന്ധത്തിൻ്റെ പ്രധാന കാരണങ്ങൾ: ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണത്തിൽ നാരുകൾ കുറവായിരിക്കുന്നത്, പഴം, പച്ചക്കറി, മുഴുധാന്യങ്ങൾ എന്നിവ കുറച്ച് കഴിക്കുന്നത്, വ്യായാമമില്ലാത്ത ജീവിതശൈലി, മലവിസർജനം തോന്നലുണ്ടായിട്ടും പോകാതെ ഇരിക്കുന്നത്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, പ്രമേഹം, തൈറോയിഡ് രോഗം തുടങ്ങിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയൊക്കെയാണ് കാരണങ്ങൾ. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആഴ്ചയിൽ 3-ലധികം ദിവസം മലം പോകാതിരിക്കുക, മലം കട്ടിയായിരിക്കുക, മലവിസർജനത്തിന് അമിതമായി മുക്കേണ്ടി വരിക, മലവിസർജനം നടത്തിയ ശേഷവും പോയില്ലെന്നൊരു തോന്നൽ, വയറ് വീർത്തിരിക്കുക, വയറുവേദന, അസ്വസ്ഥത, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മലബന്ധം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഉദാഹരണത്തിന് പച്ചക്കറികൾ, ഇലക്കറികൾ, പപ്പായ, പേരയ്ക്ക, ഓട്സ്, ഗോതമ്പ് തുടങ്ങിയവ. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യുക. മലവിസർജനം തോന്നൽ ഒരിക്കലും പിടിച്ചു വെക്കരുത്. ദിവസവും ഒരേ സമയത്ത് മലവിസർജനം നടത്തുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കുക. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ: അമിതമായ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒഴിവാക്കുക. വെള്ളം കുറച്ച് കുടിക്കുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. ആവശ്യത്തിലധികം ചായയും കാപ്പിയും കുടിക്കുന്നതും മലബന്ധം കൂടുന്നതിന് സഹായകമാകും. എപ്പോൾ ഡോക്ടറെ കാണണം എന്നുള്ളത് നമുക്ക് നോക്കാം. മലബന്ധം 2-3 ആഴ്ചയിലധികം തുടരുകയോ മലത്തിൽ രക്തം കാണുകയോ കടുത്ത വയറുവേദന, ഛർദി അല്ലെങ്കിൽ കാരണം വ്യക്തമല്ലാത്ത ശരീരഭാരം കുറയുക പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ വൈദ്യസഹായം തേടേണ്ടതാണ്. മലബന്ധം ചെറിയ പ്രശ്നമാണെന്ന് കരുതി അവഗണിക്കരുത്. ശരിയായ ഭക്ഷണക്രമവും ആവശ്യത്തിന് വെള്ളവും സ്ഥിരമായ വ്യായാമവും ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങളും പലർക്കും ഈ പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ പ്രശ്നം തുടർന്നാൽ സ്വയം മരുന്ന് കഴിക്കുന്നതിന് പകരം ഡോക്ടറുടെ ഉപദേശം തേടുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.